ഇന്നത്തെ നമ്മളുടെ റെസിപ്പി കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കോളിഫ്ലവർ വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ ഇതുപോലെ അല്ലികളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 75% കുക്കാവുന്നവരേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള മാരിനേഷൻ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, അതേപോലെ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കബാബ് മസാല, ഞാനിവിടെ ചിക്കൻ കബാബ് മസാല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോരുത്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇടുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിട്ടും. സമയം ഒട്ടും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുക്കിങ്ങിന് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ ഒരു കറിവേപ്പിലയുടെയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മറ്റേ സൈഡിലോട്ടൊന്ന് മറിച്ച് കൊടുക്കാം. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെയിനർ വെച്ചിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. താങ്ക് യു സോ മച്ച്.